പാതിവില തട്ടിപ്പ് കേസിൽ തിരുവനന്തപുരം സെഷൻ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആനന്ദകുമാറിനെ ഇന്നലെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നുമാണ് ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആനന്ദകുമാറിന്റെ വാഹനത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയത്. എറണാകുളത്തേക്ക് മാറ്റുമെന്ന് അറിയിച്ചതിന് പിന്നാലെ ആനന്ദകുമാറിന് ദേഹാസ്വസ്ഥമുണ്ടായി. ഉടൻ ആനന്ദകുമാറിനെ നേരത്തെ ഹൃദ്രോഗത്തിന് ചികിത്സയിലായിരുന്ന സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു. ഡോക്ടർമാരുടെ അനുമതി കിട്ടിയതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സായിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പണം വിവിധ സംഘടനകളെയും വ്യക്തികളെയും സഹായിച്ചതാണെന്നും തട്ടിപ്പ് പണമല്ലെന്നുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആനന്ദകുമാർ വാദിച്ചത്. എന്നാൽ ആനന്ദകുമാറിന്റെ അക്കൗണ്ടിൽ 1,69,24,000 രൂപ എത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന 2.5 കോടിയിൽ നിന്നുമാണ് ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയത്. ഇതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരാക്കി. ആനന്ദകുമാറിനെതിരെ കണ്ണൂർ സിറ്റി പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. ആനന്ദകുമാറിനെതിരെ തിരുവനന്തപുരത്തും കേസുകളും പരാതികളും നിലനിൽക്കുന്നുണ്ട്. നാളെ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതി സമീപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. തട്ടിപ്പിൽ ആനന്ദകുമാറിന് നിർണായകമായ പങ്കുണ്ടെന്നാണ് ഒന്നാം പ്രതി അനന്തകൃഷ്ണന്റെ മൊഴി. ആനന്ദകുമാറിനെ ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമെന്നാണ് വിവരം. 15 കേസുകളിൽ കൂടി പ്രതിയാണ് ആനന്ദകുമാർ. വരും ദിവസങ്ങളിൽ ഈ കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കും. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.